മഴ തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സംസ്ഥാനത്ത് മഴ ഇങ്ങനെ കനക്കുകയാണ്. പലയിടത്തും നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് അനെക്സ് 1 സമീപവും വെള്ളയമ്പലം ആൽത്തറ ജംഗ്ഷനിലും രാജ്ഭവന് സമീപവും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് സമീപവും എല്ലാം മരം കടപുഴകി വീണു. നെയ്യാറ്റിൻകര പെരുമ്പഴുതൂരിൽ വീട് ഭാഗികമായി തകർന്നു. പെരുമ്പഴുതൂർ സ്വദേശി സുരേന്ദ്രന്റെ വീടാണ് തകർന്നത്. കൊല്ലം പുനലൂർ ഐക്കരക്കോണം സ്വദേശി വിശ്വംഭരന്റെ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. മേൽക്കൂര ഉൾപ്പെടെ വീടിനുള്ളിലേക്ക് പതിച്ചതോടെ വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും തകർന്നു. ഇനി കോഴിക്കോടേക്ക് പോയാൽ കോഴിക്കോട് പുതിയാപ്പയിൽ വീടുകൾക്ക് മുകളിൽ മരം വീണ് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ കോഴിക്കോട് കാരശ്ശേരിയിൽ 300-ലധികം വാഴകളാണ് നിലം പതിച്ചത്. കോട്ടയത്തേക്ക് പോയാൽ കോട്ടയം പാറേച്ചാൽ ബൈപ്പാസിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ട അടൂർ വടക്കടത്തുകാവ് കോട്ടമുകൾ റോഡിൽ ഇലക്ട്രിക് ലൈനിന്റെ മുകളിൽ മരം വീണ് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലുടനീളം എല്ലാ മേഖലകളിൽ നിന്നും മഴക്കെടുതിയുടെ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എസ് സാരംഗും അരുൺ മോഹനും എസ് വിനീഷും ശശിനാരായണനും ഒക്കെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ആദ്യം സാരംഗിലേക്കാണ് നമ്മൾ പോകുന്നത്. സാരംഗ്, തലസ്ഥാന ജില്ല നോക്കുകയാണെങ്കിൽ വലിയ നാശനഷ്ടം പല മേഖലയിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് മഴക്കെടുതിയുടെ വിവരങ്ങൾ? സാരംഗിലേക്ക് വരാൻ നമുക്ക് എസ് വിനീഷ് കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. വിനീഷ്, കൊല്ലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. തീരദേശങ്ങളിലും അതുപോലെ തന്നെ ഈ മലയോര പ്രദേശങ്ങളിലെല്ലാം മഴ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തിന് കൂടി വലിയ കാറ്റ് അനുഭവപ്പെട്ടിരുന്നു. കൊട്ടാരക്കരയിലെ വീശിയടിച്ച കാറ്റിൽ ഗണപതി ക്ഷേത്രത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിരുന്ന ഒരു പന്തലിന്റെ തൂൺ പിഴുതു വീണുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന 3 കാറുകൾക്ക് കേടുപാടുകളും സംഭവിച്ചിരുന്നു. ഈ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു താൽക്കാലിക പന്തലായിരുന്നു. ഇതിന്റെ ഇരുമ്പ് പൈപ്പുകളായിരുന്നു ശക്തമായ കാറ്റിൽ നിലംപതിച്ചത്. അത് കാറിന് മുകളിലേക്ക് വീഴുകയും ചെയ്തു. പക്ഷേ ആളപായമില്ല എന്നൊരു ആശ്വാസകരമായ വാർത്തയും കൂടി ഉണ്ടായി. അതുപോലെ തന്നെ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിലും മഴ ശക്തിയായി തുടരുന്നുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ പുനലൂർ ഐക്കരക്കോണം സ്വദേശിയായ വിശ്വംഭരന്റെ വീടിന് മുകളിലേക്ക് ഇന്ന് പുലർച്ചെ മരം കടപുഴകി വീണിരുന്നു. വിശ്വംഭരനും ഭാര്യയും 2 കുട്ടികളുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. മേൽക്കൂര ഉൾപ്പെടെ വീടിനുള്ളിലേക്ക് വീണ സ്ഥിതിയാണുള്ളത്. അവിടുത്തെ വൈദ്യുപകരണങ്ങളും അതുപോലെ തന്നെ വീട്ടുപകരണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ദൃശ്യങ്ങളിൽ അത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് രാത്രി വൈകിയും മഴ ശക്തമായി തുടരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതുപോലെ തന്നെ ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ കാറ്റ് വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് ഇലക്ട്രിക് ലൈനുകളിലേക്ക് മരം വീണ സാഹചര്യമുണ്ട്. ഇലക്ട്രിക് ബന്ധം വിച്ഛേദിച്ച സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുപോലെ ഈ തെമ്മല, സത്രമുക്ക്, പുനലൂർ, ഐക്കരക്കോണം, പൈനാപ്പിൾ ജംഗ്ഷൻ തുടങ്ങി വിവിധ പ്രദേശങ്ങളിലാണ് ഈ മരം കടപുഴകി വീണതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ കൊല്ലം ഇടമുളയ്ക്കൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണിട്ടുണ്ട്. ആളപായമില്ല. ഇപ്പോഴും മഴ ശക്തിയായി തുടരുന്നുണ്ട് ജില്ലയിൽ. എസ് വിനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊല്ലത്ത് വ്യാപകമായ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ എസ് സാരംഗ് നമുക്കൊപ്പമുണ്ട്. സാരംഗ്, എങ്ങനെയാണ് തലസ്ഥാന ജില്ലയിലെ ഒരു സാഹചര്യം? താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ഇതിനകം വെള്ളക്കെട്ടിലായിട്ടുണ്ടോ? താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതെല്ലാം രാവിലെ തന്നെ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റിന്റെ സമീപത്തുള്ള വലിയൊരു മരം കടപുഴകിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രസ് ക്ലബിന് സമീപത്തുള്ള ഗ്രൗണ്ടിന് സമീപത്തുള്ള മരമാണ് പ്രസ് ക്ലബിന്റെ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കടപുഴകി വീണത്. ഈ ഭാഗത്തുള്ള മരങ്ങളെല്ലാം മുറിച്ചു മാറ്റാൻ, അതായത് അപകട ഭീഷണി ഉയർന്ന മരങ്ങളെല്ലാം മുറിച്ചു നീക്കാനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ അത്തരത്തിലുള്ള നടപടികളൊന്നും സ്വീകരിച്ചില്ല. അങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടം. ഈ ഭാഗം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ്, പ്രസ് ക്ലബ്ബ് അടക്കം മാധ്യമപ്രവർത്തകരടക്കം വണ്ടികൾ പാർക്ക് ചെയ്ത് വിശ്രമിക്കുന്ന സ്ഥലങ്ങളാണ്. ആ ഭാഗത്താണ് ഇത്രയും വലിയൊരു മരം കടപുഴകി വീണത്. ഇത് ഇത്രയും ഓഫീസ് ടൈം ആരംഭിക്കുന്നതിന് മുൻപേ ആയതിനാലും ഈ ഭാഗങ്ങളിൽ അധികം ആൾക്കാരില്ലാത്ത സമയമായതിനാലാണ് വലിയൊരു അപകടം ഒഴിവായത്. ഈ ഭാഗത്ത് നമുക്ക് കാണുന്ന പോലെ ഇതുപോലെ അനവധി മരങ്ങൾ ഇതുപോലെ തന്നെ കടപുഴകാൻ
കടപുഴകുന്ന രീതിയിലേക്ക് സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടും ഈ മരങ്ങളൊന്നും മുറിച്ചു മാറ്റിയിട്ടില്ല. അതാണ് ഇത്തരമൊരു വലിയ അപകടം. ഭാഗ്യവശാൽ മറ്റു വാഹനങ്ങളോ യാത്രക്കാരോ ഒന്നും തന്നെ റോഡിൽ ഇല്ലാത്ത സമയത്താണ്, പകലായിരുന്നു ഈ മരം കടപുഴകി വീണത്. കുറച്ചുകൂടി കഴിഞ്ഞ് ഓഫീസ് ടൈമും മറ്റും ആരംഭിച്ചതിന് ശേഷമാണ് ഈ മരം കടപുഴകി വീണതെങ്കിൽ ഇതിന് അപകടത്തിന്റെ വ്യാപ്തി ഇതിലേറെ കൂടിയാണ്. കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ പല ഭാഗങ്ങളിലും, തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അതൊക്കെ ഫയർഫോഴ്സും മറ്റ് സേനാംഗങ്ങളുമായി പരിഹരിച്ചു വരുന്നതിനിടയിലാണ് സെക്രട്ടേറിയറ്റിന്റെ സമീപത്ത് പ്രസ് ക്ലബിന്റെ മുന്നിലുള്ള മരം കടപുഴകി വീണത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് സേനാംഗങ്ങൾ മരം റോഡിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മരം ഉൾപ്പെടെ നിരവധി മരങ്ങൾ റോഡിനും യാത്രക്കാർക്കും ജനങ്ങൾക്കും ഭീഷണിയായി ഈ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരം ജില്ല എടുത്തു നോക്കുകയാണെങ്കിൽ വിവിധ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഈ നഗരപ്രദേശങ്ങളിൽ തന്നെ ഇന്നലെ ഉണ്ടായ കാറ്റിലും മഴയിലും ഒരുപാട് മരങ്ങൾ കടപുഴകിയ സാഹചര്യമുണ്ടല്ലോ. തീർച്ചയായും പല ഭാഗങ്ങളിലും നിരവധി സ്ഥലങ്ങളിലാണ്, അതായത് സെക്രട്ടേറിയറ്റിനടുത്തായാലും രാജ്ഭവന് സമീപത്തൊക്കെ ആണെങ്കിലും മരം കടപുഴകി വീണ നിരവധി ഭാഗങ്ങളിൽ വെള്ളക്കെട്ട്, പിന്നെ അതേപോലെ തന്നെ ഗതാഗതം തടസ്സപ്പെടാനുള്ള പ്രധാന കാരണം മരം കടപുഴകി വീഴുന്നതായിരുന്നു. മാത്രമല്ല മറ്റ് അപകടങ്ങൾ സംഭവിക്കാതിരുന്നത് ഭാഗ്യം കൊണ്ട് വേണമെന്ന് തന്നെ മനസ്സിലാക്കണം. പല ഭാഗങ്ങളിലും വൈദ്യുതി മുടങ്ങിയത് ശക്തമായ കാറ്റിൽ മരം കടപുഴകിയായിരുന്നു. തിരുവനന്തപുരം നഗരത്തിന്റെ പ്രത്യേകത, ചെറിയ മഴ പെയ്താൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു പൊതു പ്രവണത ഉണ്ട്. അത് ഇത്തവണത്തെ കനത്ത മഴയിൽ, ഇന്നലെ രാത്രി 7:30 മുതൽ 8 മണി വരെ പെയ്ത കനത്ത മഴയിലും കാറ്റിലും അതിന്റെ രൂക്ഷമായ സാഹചര്യത്തിലേക്കാണ് എത്തിക്കുന്നത്. പല ഭാഗങ്ങളിലും ഫയർഫോഴ്സും സന്നാഹങ്ങളും രാത്രി തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നെങ്കിലും വീണ്ടും മഴ പെയ്തതോടെ വെള്ളക്കെട്ടും മരം കടപുഴകി വീഴുന്ന കാഴ്ചകളുമാണ് നമ്മൾ കണ്ടത്. വേളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ മരം കടപുഴകി വീണ ആ ഭാഗം ഇനിയും ഫയർഫോഴ്സിന് മാറ്റാൻ കഴിയില്ല. കാരണം സേനാംഗങ്ങൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി വിന്യസിക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത വിധത്തിൽ പല ഭാഗങ്ങളിലും ഗതാഗത തടസ്സവും മരം കടപുഴകി വീണ സാഹചര്യങ്ങളുമുണ്ട്. വെള്ളക്കെട്ടും പല ഭാഗങ്ങളിലും, മഴ ഒന്ന് ശമിക്കുന്ന സമയത്ത് വെള്ളക്കെട്ട് മാറുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് മഴ വീണ്ടും പെയ്യുമ്പോൾ ആ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ്. കൃത്യമായി വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള ഒരു സാഹചര്യമില്ല. ഡ്രെയിനേജുകളും മറ്റും കൃത്യമായി ക്ലീൻ ചെയ്തില്ല. അത്തരത്തിലുള്ള പല കാരണങ്ങളാണ് ഈ വെള്ളക്കെട്ടിനും മരം കടപുഴകി വീഴാനുള്ള സാധ്യത വളരെയധികം ഉയർത്തുന്നത്. മരണങ്ങൾ മറ്റും സംഭവിക്കാത്തത് ഭാഗ്യം കൊണ്ടാണെന്ന് മാത്രം തന്നെ പറയണം. കാരണം രാത്രി ആയതിനാലും പിന്നെ പകൽ വീണ മരം, അതായത് നഗരത്തിൽ ജനത്തിരക്ക് കൂടുന്നതിന് മുൻപ് നടന്ന പല സംഭവങ്ങളും ആയതുകൊണ്ട് മാത്രമാണ് വലിയ അപകടങ്ങളിലേക്ക് ഇതൊന്നും പോകാതിരുന്നത്. ആര്യ, തീർച്ചയായും സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. സാരംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വലിയ അപകടങ്ങളാണ് തലനാരിഴയ്ക്ക് ഒഴിവായി പോയത്. ഇതിപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് ക്ലബിന്റെ കെട്ടിടത്തിന് മുകളിലേക്ക് ഒരു വൻ മരം കടപുഴകി വീണതിന്റെയാണ്. ആ മേഖലയിൽ ഒരുപാട് മരങ്ങൾ ഇത്തരത്തിൽ അപകട ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. അതൊക്കെ വെട്ടിമാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നഗരപ്രദേശത്തിൽ ഒരുപാടിടങ്ങളിൽ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീണ, ഗതാഗതം തടസ്സപ്പെട്ട, വൈദ്യുതി തടസ്സപ്പെട്ട ഒക്കെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ശശിനാരായണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, പത്തനംതിട്ടയിലെ പ്രത്യേകിച്ച് മലയോര മേഖലയിലേക്ക് സ്ഥിതിഗതികൾ എങ്ങനെയാണ്? പത്തനംതിട്ടയിൽ ഇന്നലെ രാത്രി വളരെ ശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം പുലർച്ചയോടുകൂടി തന്നെ മഴയ്ക്ക് ശമനമുണ്ട്. പല സ്ഥലങ്ങളിലും മഴ ഇപ്പോൾ പെയ്യുന്നില്ല എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഇന്നലെ രാത്രി ശക്തമായി പെയ്ത മഴയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കാറ്റ്, വലിയ ശക്തമായ കാറ്റിൽ വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടൂർ വടക്കെടുത്തുകാവിൽ വൈദ്യുതി പോസ്റ്റ് ഒടിയുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു. ഒപ്പം അടൂർ മാഞ്ഞാലിയിലും സമാനമായ രീതിയിൽ റോഡിലേക്ക് തേക്കുമരം കടപുഴകി വീണ വൈദ്യുതി ലൈൻ പോസ്റ്റ് ഒടിഞ്ഞ് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ട സാഹചര്യമുണ്ട്. തണ്ണിത്തോട് ഭാഗത്ത്, കിഴക്കൻ മലയോര മേഖലയായ തണ്ണിത്തോട് ഭാഗത്ത് ഇന്നലെ രാത്രിയിലുണ്ടായ മഴയത്ത് വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഇളകളിലൊന്നും റോഡിലേക്ക് കാറ്റത്ത് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടത്. ഇതെല്ലാം പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് പുനഃസ്ഥാപിച്ചത്. രാത്രി വൈകിയാണ് പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. രാത്രി ഈ ശക്തമായ മഴയോടുകൂടി തന്നെ ആ വൈദ്യുതി ബന്ധം പൂർണ്ണമായി തടസ്സപ്പെട്ട സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു. രാത്രി തന്നെ 8 മണിക്കൂറോളം, അതായത് വൈകിട്ട് 4 മണിയോടുകൂടി തന്നെ കറണ്ട് പോയത്. പല സ്ഥലങ്ങളിലും ജില്ല ഇരുട്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഇന്നലെ ഉണ്ടായിരുന്നു. ഏതായാലും പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റാണ് അനുഭവപ്പെട്ടത്. മലയോര മേഖലയെല്ലാം മണ്ഡിച്ചിലുള്ള മേഖലയൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നലെ രാത്രി വലിയ ശക്തമായ മഴയുണ്ടായ ഭാഗത്തുകളെല്ലാം ഒരു ജാഗ്രത നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആശങ്കപ്പെട്ട സാഹചര്യങ്ങൾ നിലവിലില്ല.
പക്ഷേ ഉരുൾപൊട്ടലും അതുപോലെ മണ്ണിടിച്ചുള്ള മേഖലയാണ് പത്തനംതിട്ട ജില്ലയിൽ ഉള്ളത്. ആ പ്രദേശങ്ങളിലെല്ലാം ഒരു ജനങ്ങൾക്ക് ഒരു ജാഗ്രത തുടക്കം മുതൽ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു. അത് ആശങ്കപ്പെട്ട ഒരു സാഹചര്യം നിലവില്ല. പക്ഷേ ഒരു കരുതൽ, ഒരു മുൻകരുതൽ എന്നൊരു രീതിയിലാണ് നൽകിയിട്ടുള്ളത്. ഇന്നലെ രാത്രി പെയ്ത മഴ ഇന്ന് പുലർച്ചയോടുകൂടി ശമനമുണ്ട്. ഇനി വരും മണിക്കൂറിൽ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ശരി, ശശിനാരായണനാണ് പത്തനംതിട്ടയിലെ വിവരങ്ങൾ പങ്കുവച്ചത്. അവിടെയും നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പത്തനംതിട്ടയിലുള്ളത്. അരുൺ മോഹൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, എങ്ങനെയാണ് നെയ്യാറ്റിൻകരയിലെയും സമീപ ഗ്രാമപ്രദേശങ്ങളിലെയും ഒക്കെ ഒരു സാഹചര്യം? ആര്യ, മലയോര മേഖല കൂടിയായ മലയോര തീരദേശ മേഖലയാണ് നമ്മുടെ ഈ നെയ്യാറ്റിൻകര പ്രദേശം എന്ന് പറയുന്നത്, താലൂക്ക് എന്ന് പറയുമ്പോൾ. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ ഒരുപക്ഷെ ഇപ്പോൾ അല്പം ശമനം കണ്ടിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പക്ഷെ എന്നിരുന്നാലും താഴ്ന്ന പ്രദേശങ്ങൾ പലയിടത്തും ഇപ്പോൾ വെള്ളം കയറിയ ഒരു അവസ്ഥയാണ്. മഴയ്ക്ക് ശമനം വന്നതോടുകൂടി പലയിടത്തും ആ നീര് വലിഞ്ഞു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എന്നിരുന്നാലും നെയ്യാറ്റിൻകര പാറശാല ഫയർഫോഴ്സിന്റെ കീഴിൽ തന്നെ ഏകദേശം 60 കേസുകൾ ഇന്നലെ രാത്രി റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് സ്ഥിരീകരിക്കുന്ന വിവരം നമുക്ക് മനസ്സിലാക്കാം. അത്രമാത്രം മരങ്ങൾ പലയിടത്തും ഒടിഞ്ഞു വീണു എന്നുള്ളതാണ് ഉള്ളത്. വൈദ്യുതി ബന്ധം പൂർണ്ണമായും പലയിടത്തും ഇന്നലെ മണിക്കൂറുകളോളം ഇല്ലാതിരുന്നു. പുലർച്ചയോടുകൂടിയാണ് പലയിടത്തും വൈദ്യുതി വന്നത്. അത് എല്ലാ തരം കമ്മ്യൂണിക്കേഷനും നിശ്ചലമാവുന്ന അവസ്ഥയായിരുന്നു. പറയുമ്പോൾ നമ്മുടെ അമ്പൂരി ആദിവാസി ഊരുകൾ ഏറെക്കുറെ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. കാരണം അവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രാമം ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അത് തന്നെയാണ് ഇന്നലെയും ഉണ്ടായത്. നമുക്ക് അവിടെയുള്ള മറ്റു വിവരങ്ങളൊന്നും നമുക്ക് ഇന്നലെ ലഭ്യമാകുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. എന്തായാലും ആര്യ, ഇപ്പോൾ നമുക്ക് പറയാവുന്നത് മഴയ്ക്ക് അല്പം ശമനമുണ്ട്. ഒപ്പം മഴയ്ക്ക് സാധ്യതയും ഉണ്ട്. ഇപ്പോഴും മൂടിക്കെട്ടിയ കാലാവസ്ഥ തന്നെയാണ് പ്രദേശത്ത്. ഈ പറയുന്ന കന്യാകുമാരി ജില്ലയിലും തിരുവനന്തപുരം ജില്ലയുടെ തെക്ക് ഭാഗത്തുള്ള ഈ നെയ്യാറ്റിൻകര പൊഴിയൂർ മേഖലകളിലൊക്കെയും നമുക്കിപ്പോൾ മഴ ഉണ്ട് എന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പോൾ ശമനമുണ്ട്. ആര്യ, ശരി, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കാലവർഷം എത്തും മുമ്പേ ഇതാണ് സാഹചര്യം സംസ്ഥാനത്ത്. കാലവർഷം അടുത്ത മണിക്കൂറുകളിൽ തന്നെ കേരള തീരം തൊടും എന്നുള്ളതാണ് മുന്നറിയിപ്പ് ഉള്ളത്. അതിനു മുമ്പ് തന്നെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ രാത്രിയിലൊക്കെ കനത്ത മഴയും കാറ്റുമൊക്കെയാണ് എല്ലാ മേഖലയിലും അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇനി ഇന്നത്തെ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഒഴികെ 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷംന, മൺസൂൺ കരതൊടാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത് കാസർഗോഡും കണ്ണൂരും ജില്ലകളിലാണ്. മറ്റ് ജില്ലകളിലെല്ലാം ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പുമുണ്ട്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മൺസൂൺ എത്തിയിട്ടില്ല. അതിനു മുമ്പെയുള്ള വേനൽ മഴയാണ്. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം. അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഫലമായുള്ള മഴയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അത് തന്നെ അതിതീവ്ര മഴയായി മാറുന്നു എന്നതാണ് സാഹചര്യം. വരും മണിക്കൂറുകളിൽ മൺസൂൺ എത്തും കേരളത്തിൽ. ഇതോടുകൂടി മഴ ശക്തമാകുന്നതാണ് സാഹചര്യം. ഇന്ന് 2 ജില്ലകൾക്ക് മാത്രമാണ് റെഡ് അലേർട്ട് ഉള്ളതെങ്കിലും നാളെ അത് വീണ്ടും കനക്കും. മറ്റ് ജില്ലകൾക്ക് കൂടി, മലപ്പുറം മുതലുള്ള ജില്ലകൾക്ക് കൂടി റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് പത്തനംതിട്ട അടക്കമുള്ള ജില്ലകൾക്ക് കൂടി മറ്റന്നാളോടുകൂടി റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയായിരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 15 വർഷത്തിനിടെ മൺസൂൺ ആദ്യമായാണ് ഇത്രയും നേരത്തെ കേരളത്തിലെത്തുന്നത്. അത് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇത്തവണത്തെ മഴക്കാലത്തിനുണ്ട്. ഒപ്പം ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തെക്കൻ കേരളത്തിൽ മൺസൂൺ എത്തിയതിന് ശേഷം പിന്നീട് അത് വടക്കൻ കേരളത്തിലേക്കും ഒപ്പം സംസ്ഥാനത്തിന്റെ മറ്റ് ജില്ലകളിലേക്കും വ്യാപിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇത്തവണത്തെ മൺസൂൺ അങ്ങനെയല്ല. ആദ്യം കര തൊടുന്നത് വടക്കൻ കേരളത്തിലാണ്. അതിനുശേഷമാണ് തെക്കൻ കേരളത്തിലേക്ക് മഴ
മഴക്കാലം വ്യാപിക്കുന്നത്. അങ്ങനെ നിരവധി പ്രത്യേകതകളോടുകൂടിയാണ് ഇത്തവണത്തെ മഴക്കാലം മൺസൂൺ എത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒപ്പം ചെറിയ ഇടവേളകളിൽ അതിശക്തമായ മഴയാണ് പ്രവചിക്കപ്പെടുന്നത്. വളരെ ചുരുങ്ങിയ സമയത്താണ് മഴ പെയ്യുന്നതെങ്കിൽ പോലും പതിവിലും കൂടുതൽ മഴയായിരിക്കും നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും മറ്റ് സാധ്യതകൾക്കൊക്കെ, അതായത് വെള്ളക്കെട്ട് രൂക്ഷമാവാൻ സാധ്യതയുണ്ട്, മണ്ണിടിച്ചിൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യതകളുണ്ട്. രാത്രികാല യാത്രകൾക്ക് നിയന്ത്രണമുണ്ട്. ഇപ്പോൾ കാസർഗോഡ് ജില്ലകളിലടക്കം വിനോദസഞ്ചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇങ്ങനെ നിരവധി സംസ്ഥാനമൊട്ടാകെ നിരവധി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം തന്നെ ഇന്നത്തെ ഒരു സാഹചര്യം എടുത്താൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് റെഡ് അലേർട്ടാണ്. മറ്റ് 9 ജില്ലകൾക്കും, അതായത് കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകൾ, മലപ്പുറം, പാലക്കാട് ജില്ലകൾക്കൊക്കെ ഓറഞ്ച് അലേർട്ടാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് നാളെ റെഡ് അലേർട്ടാണ്. മഴ കനക്കും എന്ന് തന്നെയാണ് നിർദ്ദേശമുള്ളത്, മുന്നറിയിപ്പുള്ളത്. ഇതുകൊണ്ട് തന്നെ വളരെ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ, അതായത് കള്ളക്കടൽ പ്രതിഭാസം, ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യത, മണ്ണിടിച്ചിൽ സാധ്യത, മിന്നൽ പ്രളയ സാധ്യത, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. യാത്രക്കാരൊക്കെ ശ്രദ്ധിക്കാൻ നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ മൺസൂൺ എത്തിയിട്ടില്ല എന്ന കാര്യം കൂടി എടുത്തു പറയണം. കേരളത്തിൽ ഇപ്പോൾ ലഭിക്കുന്നത് സാധാരണ വേനൽ മഴ മാത്രമാണ്. മൺസൂൺ എത്തുന്നതോടുകൂടി, അതായത് അടുത്ത മണിക്കൂറുകളിൽ തന്നെ മൺസൂൺ കേരള തീരം തൊടും. ഇതോടുകൂടി മഴ ഇനിയും കനക്കുമെന്നത് കൂടുതൽ ശക്തമാകും. അതുകൊണ്ട് അത്രത്തോളം ജാഗ്രത വേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഐഷത്തുൽ ഷംനയാണ് വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളത്ത് നിന്ന് അതേസമയം വളരെ ദൗർഭാഗ്യകരമായ ഒരു വാർത്ത വരുന്നുണ്ട്. എറണാകുളം പനങ്ങാട് റോഡിലേക്ക് മറിഞ്ഞു വീണ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. കുമ്പളം നോർത്ത് പള്ളിയിലെ ഉസ്താദ് അബ്ദുൾ ഗഫൂറാണ് മരിച്ചത്. ഇതേ പോസ്റ്റിലിടിച്ച് വാഹനം മറിഞ്ഞ് ക്ഷേത്രത്തിലെ പൂജാരിക്കും പരിക്കേറ്റിരുന്നു. പുലർച്ചെ 4:30 കുമ്പളം PWD റോഡിൽ പ്രണവം ബസ് സ്റ്റോപ്പിന് അടുത്താണ് ഈ അപകടം സംഭവിച്ചത്.